ന്യൂസ് ആയി കഴിഞ്ഞു അത്. ആ എഴുതാണ് നിങ്ങൾ വേണ്ടത്. യു ഷുഡ് ആക്ട്. എത്ര സമയമായി? എഴുതലാണ് പണി. ആ വണ്ടി പൈസ ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങളുടെ തീരുമാനമായിട്ടാണ് ഞങ്ങളല്ല ചെയ്യണേ, ചെയ്യുന്ന ആൾക്കാർ അവിടെ ഇതിന്റെ ചുമതലയുള്ള ആൾക്കാർ വേറെയാണ്. സംസാരിച്ചു നോക്കട്ടെ. എന്നാലും അറിയാൻ പറ്റൂല എന്താ പ്രശ്നം. ഒന്ന് പോയി പറഞ്ഞു നോക്കട്ടെ. ചേട്ടൻ പറഞ്ഞേക്കൂ. അല്ല, നിങ്ങൾ ഇതുവരെ ഇവിടുന്ന് എണീറ്റില്ലല്ലോ. ഇത്ര സമയം നിങ്ങൾ എണീറ്റില്ലല്ലോ. അല്ല, ഇത്ര സമയം നിങ്ങൾ എണീറ്റില്ലല്ലോ. നമുക്കറിയാം. നിങ്ങൾ പൈസ എടുത്തിട്ട് പിന്നെ തിരിച്ചെടുക്കാൻ അത് വലിയ ബുദ്ധിമുട്ടല്ലേ? ഞങ്ങൾക്ക് സ്ഥിര യാത്രക്കാർ, ഈ റൂട്ടിൽ സ്ഥിര യാത്രക്കാരാ. പൈസ കൂടുതൽ മുടക്കിയിട്ട് പിന്നെ വർത്താനം പറയുന്നു. മൂന്ന് വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. മൂന്ന് കൂടിയില്ല. പിന്നെ എന്താ ഞങ്ങൾ പിടിക്കുക? ഒരു മണിക്കൂർ വെറുതെ വാ 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 വാ. അല്ലല്ല, വെഹിക്കിൾ സൂപ്പർവൈസർ ഈസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ. ഈ ജസ്റ്റ് വണ്ടി ഏത് വണ്ടിയല്ല സ്റ്റാർട്ട് ചെയ്ത തിരുവനന്തപുരത്ത് 3 ബസ് മാറി 356 അരമണിക്കൂർ മുന്നേ ഇവർ പറഞ്ഞില്ല. കണ്ടക്ടർ ഡ്രൈവർ പറഞ്ഞില്ല. നിങ്ങൾക്കൊന്ന് മനുഷ്യത്തെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഗർഭിണി ഇങ്ങനെ വണ്ടി നിങ്ങൾക്ക് പോയി വരുമാനം പറ്റുമോ? കംപ്ലൈന്റ് ആക്കണം. ഞങ്ങള് ന്യൂസ് ആക്കണം. ന്യൂസ് ആയി കഴിഞ്ഞു അത്. നിങ്ങൾക്ക് ഇരിക്കുന്നോട് ഞങ്ങളൊക്കെ നിങ്ങളെ പോലെ മനസ്സിലാക്കുന്നത്. അരമണിക്കൂർ മുന്നേ ഞാൻ എഴുതാണ് നിങ്ങൾ വേണ്ടത്. യു ഷുഡ് ആക്ട്. എത്ര സമയമായി? വരുമ്പോ തന്നെ പറഞ്ഞു ഞങ്ങള് എഴുതലാണ് പണി. അല്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഓണാക്കിടണ്ടേ? ഇവര് ഓണാക്കിയിട്ടില്ലല്ലോ, നമ്മൾ വന്നിട്ട് ഓണാക്കുന്നേ. ആ, നമ്മൾ വന്നിട്ടാണ് ഓണാക്കുന്നത്. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി കാണിച്ചിട്ടില്ല. ചേട്ടാ, നമുക്ക് ഇനി വണ്ടി വേണ്ടൊന്നും, ഞങ്ങളെ വേറെ ഏതെങ്കിലും ബസ്സിന് പോയിക്കോളാം. നിങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് ക്ലിയർ ആക്കിട്ടേ. വണ്ടി പറയും. നിങ്ങൾക്ക് പൈസ അയാളോട് പുതിയ പഠിക്കാൻ സ്കൂൾ വേറെ ആളോട് എനിക്കറിയാത്ത ഇന്ന സീറ്റിൽ എനിക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് അതിന്റെ വില അറിയില്ല.